ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ കാച്ചി ക്യാമറ. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം വൈറൽ ഫോട്ടോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളിത് ഈ ഫോട്ടോയാണ് നമ്മൾ എഡിറ്റ് ചെയ്ത ഈ തരത്തിലാക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ അത് ചെയ്യാനായിട്ട് നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ബാക്കിൽ ഇതുപോലെ നമ്മുടെ ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഒരു വടി ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. ഡബിൾ ടേപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഇൻസുലേഷൻ ടേപ്പ് അല്ലെങ്കിൽ സെലോ ടേപ്പ് ഒട്ടിച്ചാൽ അതിങ്ങനെ അഴിഞ്ഞു പോകും. ഇനി നമുക്ക് ഫോട്ടോ എടുക്കലേക്ക് കിടക്കാം. നമ്മുടെ ഡയറി മിൽക്ക് ഇതുപോലെ മുകളിൽ ആ വടിയും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ കൈ കാണാത്ത രീതിയിൽ ഇതുപോലെ നമ്മുടെ ഡയറി മിൽക്ക് ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡയറി മിൽക്ക് മാറ്റിയിടുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ഒരു വട്ടം ഒന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത ബാക്ക്ഗ്രൗണ്ട് പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യുക. പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് എഫക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു ബ്ലറിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ബ്ലർ സ്ട്രെങ്ത് നല്ലോണം കൂട്ടിയിടുക. എന്നിട്ട് നേരെ ടിക്ക് കൊടുക്കുക. ഈ പിക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കാം. അതിൽ ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും സാച്ചുറേഷനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് നോക്കുക. അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡയറി മിൽക്കിൻ്റെ പിക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ഇമേജിൻ്റെ അത്രയ്ക്ക് കറക്റ്റ് ആ സൈസിൽ ഇങ്ങനെ നല്ലോണം ഡ്രാഗ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ ഒരു ഇറേസറിൻ്റെ ടൂൾ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ഇറേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഇതുപോലെ നല്ലോണം ഇറേസ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ലോണം ബ്ലറാവും. നമ്മളിവിടെ ഫുള്ള് ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ടിക്ക് കൊടുക്കുക. വെയിറ്റ്, നമ്മൾ നേരത്തെ ബ്ലർ ചെയ്ത് കറക്റ്റ് എല്ലായിടത്തും ബ്ലർ ആയിട്ടുണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് ടിക്ക് കൊടുക്കുക. ഇനി നമ്മൾ ഒന്നും കൂടി ഈ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കണം. അതിന് നേരെ ടൂൾസിൽ പോവുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക. എല്ലാം നാം ചെയ്യുന്ന പോലെ ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പിക്കിന് നല്ലോണം കളർ വെപ്പിക്കുക. അപ്പോഴാണ് നമ്മുടെ പിക്കിനായി DSLR ലുക്കൊക്കെ കിട്ടുള്ളൂ. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള പണി. ഈ പിക്കുകളൊക്കെ ഒന്ന് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നേരെ ഇവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റത്തെ പിക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പിക്ക് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി അവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ ഏറ്റവും അറ്റത്ത് നമ്മൾ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നെഗറ്റീവ് കൊടുക്കുക. നെഗറ്റീവ് കൊടുത്തിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എഫക്ട്സിൻ്റെ തൊട്ടടിയിൽ തന്നെ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ കിട്ടും. നമുക്ക് ആ കോണിയും ആളും മാത്രം മതി, ബാക്കിയുള്ള മേഘവും കപ്പും നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. അതിനാ ഇറേസറിൻ്റെ ടൂൾ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഷേപ്പ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ തന്നെ ഇറേസ് ആയിക്കോളും. എന്നിട്ട് നേരെ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് അതൊക്കെ നല്ലോണം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പിക്ക് നല്ലോണം ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും, നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. നമ്മൾ ഡൗൺലോഡ് ചെയ്ത പിക്ക് ബ്ലെൻഡ് ചെയ്തപ്പോൾ ആ പിക്കിലുള്ള റൈറ്റിങ്സ് ഒക്കെ കുറച്ച് കയറി വന്നിട്ടുണ്ട്.
കുറച്ച് ലോഗോസും അതുപോലെ തന്നെ ആ പിക്കിലുള്ള തന്നെ അതൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളയുക. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ പിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നേരെ എഫക്ട്സിക്ക് തന്നെ പോവുക. എന്നിട്ട് അവിടെ കളർ സെലക്ട് ചെയ്യുക, നെഗറ്റീവ് കൊടുക്കുക, ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഇത്തിരി നീക്കി വെച്ചിട്ട് ഇറേസറിൻ്റെ ടൂളുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ മനുഷ്യനെയും ആ കൊത്തണ സാധനം മാത്രം മതി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഇറേസ് ചെയ്ത് കളയാം. ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് അത് നമ്മുടെ ഡയറി മിൽക്കിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കുക. രണ്ടാമത്തെ പിക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൂന്നാമത്തെ പിക്കും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ എഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുക, നെഗറ്റീവ് കളേഴ്സിൽ നെഗറ്റീവ് കൊടുക്കുക, എന്നിട്ട് ടിക്ക് കൊടുക്കുക, എന്നിട്ട് നേരെ ബ്ലെൻഡിൽ പോയിട്ട് സ്ക്രീൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇറേസറിൻ്റെ ടൂളുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ആ സൈഡിൽ വന്ന എല്ലാം ഒന്ന് മാച്ച് കളയുക. പിന്നെ നമ്മുടെ മല പോലെ നിൽക്കുന്നത് അത് മാത്രം മാച്ച് കളയുക. നമുക്ക് നമ്മുടെ മനുഷ്യനെ മാത്രം മതി, അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളയുക. ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടിക്ക് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മനുഷ്യനെ വെച്ചില്ലേ കുത്തി പിടിച്ചിട്ട് വെക്കുന്നത്, ആളുടെ അടിയിൽ കൊണ്ടുപോയി വയ്ക്കുക. ഇത്തിരി സൈസ് ഇൻക്രീസ് ചെയ്തിട്ട് വെച്ചോ. ഇതിലും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റിൽ പോയിട്ട് ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റ് ഒക്കെ നല്ലോണം കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് നമ്മുടെ പിക്കിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒന്ന് റീടച്ച് ചെയ്യണം. ഞാൻ അവിടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. ഈ പിക്കാണ് ഗൈസ് നമ്മൾ ഇതുപോലെ ആക്കി എടുത്തത്. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിക്ക് നേരെ ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ എക്സ്പോഷറും ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും എല്ലാം ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടിയിലത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ മിക്സ് സെലക്ട് ചെയ്തിട്ട് അവിടെയുള്ള എല്ലാ കളറും ഒന്ന് സാച്ചുറേഷൻ നല്ലോണം കൂട്ടിയിടുക.
എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് നേരെ എക്സ്പോർട്ട് ചെയ്യാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ നല്ല ഇൻസ്റ്റാഗ്രാം വൈറൽ ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.